ഈ വീഡിയോയിൽ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ 2-3 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി എന്ന് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാലിസ്റ്റിക് മിസൈലുകളായിട്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇതുവരെ ഇറാൻ 400 ബാലിസ്റ്റിക് മിസൈലുകളും 1000-ലധികം ഡ്രോണുകളുമാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ മൊത്തം കാഷ്വാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 24 പേർ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1000-ലധികം പേർക്ക് സിവിയർ ഇഞ്ചുറി ഉണ്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇതാണ് ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള സ്ഥിതി. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഫെയിലിയർ ആയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു എക്സ്പ്ലനേഷൻ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത്. എയർ ഡിഫൻസ് സിസ്റ്റം ഫെയിലിയർ അല്ല, അവരുടെ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ 8 മാക് സ്പീഡുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലോട്ട് അയച്ചത്. ഇത് ശരിക്കും ഖേബാർ ഷക്കീൻ എന്ന് പറഞ്ഞ 4th ജനറേഷൻ മിസൈലാണ് ഇറാൻ വിട്ടതായിട്ട് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മിസൈൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇവർ കേബാർ കാറ്റഗറിയിലുള്ള മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തവണ അവർ അയച്ചത് കേബാർ കാറ്റഗറിയിൽപ്പെട്ട മിസൈൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈലാണ് വിട്ടത്. 8 മാക് സ്പീഡ്. അതുപോലെ തന്നെ ഇത് നോർത്ത് കൊറിയയാണ് ആദ്യം ഇവർക്ക് മിസൈൽ ടെക്നോളജി കൈമാറുന്നത്. അങ്ങനെ നോർത്ത് കൊറിയ കൈമാറുമ്പോഴത്തേക്കും കൊടുക്കപ്പെട്ട ഒരു ടെക്നോളജി ത്രൂ ഒരു മിസൈലുണ്ട്. കരംഷാർ മിസൈൽ എന്നാണ്. ആ ഒരു കരംഷാർ മിസൈലിൻ്റെ ആ സെയിം ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് കരംഷാർ മിസൈൽ, അങ്ങനെ വേണം നമ്മളത് മനസ്സിലാക്കാൻ. നോർത്ത് കൊറിയയിൽ നിന്നും ഇറാനിലേക്ക് കൈമാറപ്പെട്ട ഈ ഒരു ടെക്നോളജി, അതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. 8 മാക് സ്പീഡാണ്. ഇതിനേക്കാളും വേഗതയേറിയ മിസൈൽസ് ഇറാന്റെ പക്കലുണ്ടെങ്കിൽ കൂട്ടമായിട്ട് 40-50 മിസൈലുകൾ വരുമ്പോഴത്തേക്കും ഇതേപോലെ സ്പീഡ് കൂടുതലുള്ള മിസൈലുകൾ വിടുമ്പോഴത്തേക്കും ആ മിസൈലുകളെ എയർ ഡിഫൻസ് സിസ്റ്റം ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇസ്രായേൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫൻസ് മേഖലയിൽ കുറച്ചുകൂടെ ഈ ഒരു മൾട്ടിപ്പിൾ മിസൈൽസ് വരുമ്പോഴത്തേക്കും ഇന്റർസെപ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ഇന്റർസെപ്റ്റേഴ്സ് അഥവാ എയർ ഡിഫൻസ് സിസ്റ്റം ഒരുക്കണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സാഹചര്യത്തിനും കൂടി വഴിയൊരുക്കുന്നു ഈ ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം. ഇത് അവരുടെ അടുത്ത് 1450 കിലോമീറ്റർ റേഞ്ച് അഥവാ 1500 കിലോമീറ്റർ റേഞ്ചിൽ ഉള്ള മിസൈൽ എന്നാണ് പറയുന്നത്. ഏതാണ്ട് 2000 കിലോമീറ്റർ പരിധിയിൽ ഉൾപ്പെടുന്ന നഗരങ്ങളൊക്കെ ഇവർക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഈ മിസൈലിന് ടേക്ക് ഓഫിന് ഒരു ഫേസ്, അതിനുശേഷം മിഡ് എയറിൽ വെച്ചിട്ട് റീഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതുപോലെ ഓൺ എയറിൽ തന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതെല്ലാം തന്നെ ഈ മിസൈലിനുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പം അങ്ങനെയാണ് ഇത് വളരെ ഫാസ്റ്റായിട്ട് മാക്സ് സ്പീഡിൽ വന്ന് പതിക്കുന്നതാണ്. അതുകൊണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഈ മിസൈലിനെ ഡിറ്റക്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇറാൻ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോംസ് എന്ന് പറഞ്ഞ ആ ഒരു കടലിടുക്കിനെ ആ ട്രാൻസ്പോർട്ടേഷൻ തടയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സ്റ്റെപ്പ് ഇറാൻ്റെ പാർലമെൻറ്റിൽ അവർ പാസ്സാക്കിയെങ്കിലും അത് ഫിസിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്നുണ്ട്. ഇറാൻ അവിടെ കുറേ ഇറാനിയൻ ഷിപ്പ് കൊണ്ട് അവിടെ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ആ മേഖലയിൽ. അതായത് ആയത്തുൽ ഖമനേയി ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കപ്പലുകളെല്ലാം തടയും, അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രാവിലെ ഏതാണ്ട് 50 ഷിപ്പുകളോളം ഇതുവരെ കടന്നുപോയി എന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഏതാണ്ട് 50ഓളം ടാങ്കർ ഷിപ്പുകൾ ആ റൂട്ട് ഇപ്പം യൂസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഇനി എന്താകും എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയണം. ഇറാൻ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞ ഈ ഒരു റൂട്ട് കട്ട് ചെയ്യാനുള്ള മാർഗം വളരെ കുറവാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങൾ, ഈ എല്ലാവരും തന്നെ നാറ്റോ രാജ്യങ്ങളിലും മിക്ക രാജ്യങ്ങളിലും ഇറാന്റെ പ്രോക്സികളുടെ യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതായത് ഹമാസിനെ അനുകൂലിച്ചിരുന്ന രാജ്യങ്ങൾ, ഹെസ്ബുള്ളയെ അനുകൂലിച്ചിരുന്ന രാജ്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇസ്രായേലിനെ എതിർത്തിരുന്ന രാജ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഫിൻലാൻഡ് പോലത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എനർജി മേഖലയിൽ അവർക്ക് വളരെ നീഡ്ഫുൾ ആണ് ഈ ഓയിൽ ട്രാൻസ്ഷിപ്മെന്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടാങ്കർ ഷിപ്പുകൾ അങ്ങോട്ട് എത്തേണ്ടത് അവർക്ക് വളരെ വളരെ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ തടഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ഒത്തുകൂടും. അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരും ഇറാനെതിരെ ആ റീജിയനിൽ തന്നെയുള്ള രാജ്യങ്ങൾ ചേരിതിരിയാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കാരണം ഈ സൗദി, ഖത്താർ, കുവൈറ്റ്, ബഹ്റൈൻ ഈ രാജ്യങ്ങളിലുള്ള ഈ എണ്ണയും ഗ്യാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂറോപ്പിലേക്കും നാറ്റോയിലേക്കും എനർജിയുടെ ഭാഗങ്ങളായിട്ട് പല ഏരിയയിലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ട്രാൻസ്പോർട്ടേഷൻ തടഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ള വരുമാനവും കൂടിയാണ് നിലയ്ക്കുന്നത്. ഏതാണ്? മിഡിൽ ഈസ്റ്റിൻ്റെ വരുമാനം. അപ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ വരുമാനം കൂടി നിലയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന അറബ് രാജ്യങ്ങളെല്ലാം തന്നെയും പ്രത്യേകിച്ച് സുന്നി രാജ്യങ്ങളെല്ലാം തന്നെയും ഇറാനെതിരാവും. അത് നമ്പർ 1. അത് എതിരാകുന്നതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളും എതിരാവും, നാറ്റോ രാജ്യങ്ങളും എതിരാവും, അമേരിക്ക ഓൾറെഡി എതിരാണ്. ഇത് ശരിക്കും ഇറാന് ദോഷം ചെയ്യും. മൊത്തത്തിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടും. കാരണം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ഒരുപാട് നാൾ അതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഇറാനിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് ഇറാന്റെ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് വരാനാണ് സാധ്യത. അപ്പം നെതന്യാഹു ഇന്നലെ ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2-3 ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ നെതന്യാഹുവിൻ്റെ മുന്നിൽ ആ ഒരു ഇന്റർവ്യൂവർ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് നെതന്യാഹു കൊടുത്തിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ മൂവ്മെന്റ് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇറാനുമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് ഉള്ള പ്രശ്നം ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് തടയുക എന്നുള്ളതാണ്. അത് ഇസ്രായേലിന്റെ ഒരു ത്രെട്ടാണ്.
ഇസ്രായേലിന്റെ നിലനിൽപ്പിന് അതൊരു ത്രെട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു പ്രോജക്റ്റ് നശിപ്പിക്കണമെന്ന് വിചാരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അതിനെ ഫോക്കസ് ചെയ്താണ് ആക്രമണം നടത്തുന്നത്. പിന്നെ അതിലുപരിയായിട്ട് ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റ് നടത്താൻ കപ്പാസിറ്റി ഉള്ള കുറെ സയന്റിസ്റ്റുകൾ, അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ IRGC എന്ന് പറഞ്ഞ ആ റെജീമിൽപ്പെട്ട നിർണായകമായിട്ടുള്ള റോൾ വഹിക്കുന്ന കുറെ ആൾക്കാർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സ്ഥാപനങ്ങൾ ഫാർദോ, ഇസ്ഫഹാൻ, നറ്റാൻസ്, ഇതൊക്കെ തന്നെ ഞങ്ങൾ ഇതിനെ അടിച്ച് തച്ച് തകർത്താലും ഈ സയന്റിസ്റ്റുകൾ ഇതേപോലെ ഇരിക്കുന്ന സ്ഥിതിക്ക് അവർ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ഇതിനെ വീണ്ടും വേറൊരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത മുന്നിൽ കണ്ട് അതിനെ കുറേ വർഷങ്ങൾക്കെങ്കിലും, മീൻസ് ഡെക്കേഡ് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ആക്രമണം നടത്തിയത്. ഫർദറായിട്ട് അതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ആ ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റിനെയും IRGC ഉദ്യോഗസ്ഥരെല്ലാം ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇനി ഇസ്രായേലിന് ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യമില്ല. യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. അതും കൂടി നെതന്യാഹു കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, അപ്പോൾ നെതന്യാഹു അതിന് മറുപടി പറഞ്ഞത്, സൊല്യൂഷൻ ഞങ്ങളല്ല പറയേണ്ടത്, സൊല്യൂഷൻ പറയേണ്ടത് ഇറാനാണ്. അവരുടെ സൈഡിലുള്ള ഈ മിസൈൽ ത്രോ ചെയ്ത് കളിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ നിർത്തി അവർ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് US-ഉമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അല്ല, നിരന്തരം ഇസ്രായേലിന് മേളിൽ ഇങ്ങനെ മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിർത്താൻ കഴിയില്ല, ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ അറ്റാക്ക് നടത്തിക്കൊണ്ടേ ഇരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഓപ്ഷൻ ഉള്ളത് ആയത്തുള്ള ഖമനിയുടെ കയ്യിലാണ്. പുള്ളിയാണ് തീരുമാനിക്കേണ്ടത് ഈ വാർ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത്. ഈ ഒരു എക്സ്പ്ലനേഷനാണ് നെതന്യാഹു കൊടുത്തത്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗാസയിൽ എന്താണ് തീരുമാനം എന്നുള്ളത് അടുത്ത ചോദ്യം. ഗാസയിൽ എന്താണ് തീരുമാനം? ഗാസയിലെ യുദ്ധം ഞങ്ങൾക്ക് നാളെ വേണമെങ്കിലും നിർത്താം. അതായത് ഗാസയിലെ യുദ്ധത്തിന് ഇറാൻ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എങ്കിലും പ്രോക്സികളായിട്ടുള്ള ഹമാസ് ഇവിടെ പ്രവർത്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഹമാസിന് വേണമെങ്കിൽ ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ആൾക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അവരെ റിലീസ് ചെയ്തിട്ട് ഹമാസ് ഡീമിലിറ്ററൈസ് ചെയ്യുക, അവർ ആയുധം വെച്ച് കീഴടങ്ങി അവർ ഗാസ വിട്ട് പോവുക, നാളെ തന്നെ യുദ്ധം നിർത്താം എന്നുള്ള ഇതേ മറുപടി, അതായത് ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത അതേ മറുപടി തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു ചോദ്യത്തിന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്റർവ്യൂ ഒക്കെ കേട്ടിട്ട് ഇറാന്റെ ഉള്ളിൽ ഒരു പ്രൊഫസർ, മറാദി എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ, ഈ പ്രൊഫസർ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രൊഫസറും IRGC സപ്പോർട്ടറാണ്. ഈ പ്രൊഫസർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഇറാൻ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് അത് പിൻവലിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ള രീതിയിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാന്റെ ഈ മറാദി എന്ന് പറഞ്ഞ പ്രൊഫസർ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ചേഞ്ച്, അതായത് ഒരു മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ ഇറാനിനുള്ള സപ്പോർട്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് വിസിറ്റിന് ശേഷം ഇറാന് കിട്ടുന്ന പിന്തുണ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ. അതായത് ഓപ്പൺ ആയിട്ട് ഒരു ഫോറം കൂടുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലും വിഷയത്തിൽ ഒരുമിച്ച് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഒപ്പിട്ട് ഒരു പ്രസ്താവന കൊടുക്കുന്നതിലുപരിയായിട്ട് ആരും തന്നെ ഓപ്പൺ ആയിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു രാജ്യത്തിന്റെ ഫോറിൻ മിനിസ്റ്ററും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു പ്രത്യേക ഒരു ഡിപ്ലോമാറ്റിക് നയപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ ഒരു പാലസ്തീൻ നിലപാട് ഇപ്പം ഇറാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഉദ്ദേശിക്കുന്നത് ഈ ചുറ്റാകെ കിടക്കുന്ന അറബ് രാഷ്ട്രങ്ങളിലെല്ലാം അപ്പോൾ ഈ ഒരു പാലസ്തീൻ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിക്കും എന്നുള്ളൊരു തോന്നൽ ഇറാനുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പാലസ്തീനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നിട്ട് പാലസ്തീൻ വിഷയത്തിലേക്ക് ഇറാൻ ഇടപെടുന്നത് അവർക്ക് താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് അവർ ഇറാനെ അറ്റാക്ക് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇറാന്റെ റിറ്റാലിയേഷനെ കുറിച്ചുള്ള കൺസേൺ മിഡിൽ ഈസ്റ്റിലും അതേപോലെ അമേരിക്കയുടെ ഉള്ളിലും നല്ല രീതിയിലുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഓൾറെഡി ഇറാൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരേ ഒരു ബാലിസ്റ്റിക് മിസൈൽ മാത്രമാണ് ഇന്നലെ രാത്രി ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വന്നത്, അത് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി മുഴുവനും ഇസ്രായേലിലെ ജനങ്ങളെ ഉറങ്ങാൻ വിട്ടില്ല. ഇപ്പം മിസൈൽ വരും, കുറച്ച് കഴിഞ്ഞ് വരും, ഇതാ വെളുക്കുമ്പോൾ വരും, ഇതാ ഒരു 4 മണിക്ക് വരും എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ആൾക്കാർ കാത്തിരിപ്പായിരുന്നു. അപ്പം അങ്ങനെ നേരം വെളുക്കുന്നത്. കാരണം ഇറാൻ ഇന്നലെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു, ഇസ്രായേലിന്റെ ആകാശത്ത് പ്രകാശം മിന്നിക്കുന്ന ഒരു പ്രകടനം ഇറാൻ കാഴ്ചവെക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ തന്നെ ഇറാൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ ആൾക്കാർ ഉറങ്ങാതെ ഇതും കാത്തിരുന്നത്. പക്ഷേ എന്നിട്ട് മിസൈൽ വന്നില്ല. ഇനി ഒരു പക്ഷേ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ അപ്രോച്ച് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി വരുമായിരിക്കാം, പറയാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ അവസ്ഥ. ആ രീതിയിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ബഹ്റൈൻ ഓൾറെഡി തന്നെ അതിന്റെ മുന്നൊരുക്കങ്ങളുമായിട്ട് അതിന്റെ തയ്യാറെടുപ്പോടുകൂടി നടക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ഇറാൻ ആക്രമണം നടത്തുന്നുവെങ്കിൽ അതിന് റെഡി ആയിട്ടിരിക്കണം എന്നുള്ള നിലയിൽ അവർ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇറാഖിലുള്ള അമേരിക്കൻ ബേസിലും നല്ല രീതിയിലുള്ള അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇറാഖും പല മിലീഷ്യ ഗ്രൂപ്പുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതും പോയിട്ട് ഈ ഷിയ കമ്മ്യൂണിറ്റിക്ക് കുറച്ചുകൂടെ ഡോമിനേഷൻ ഉള്ള ഒരു സ്ഥലമാണ് ഇറാഖ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ US എയർബേസിൽ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ആ സ്ഥിതിഗതികൾ അങ്ങനെ ഇരിക്കെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അറബ് രാജ്യങ്ങൾക്കൊക്കെ ഒരു തോന്നൽ, അതായത് എങ്ങനെയെങ്കിലും ഇറാനെ ഒന്ന് ജസ്റ്റ് സമാധാനിപ്പിക്കണം. അപ്പോൾ എന്താണ് ചെയ്യുക? അതിനുള്ള പോംവഴി എന്താണ്? അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ GCC സംഘടന വിളിച്ചു കൂട്ടുക എന്ന് പറഞ്ഞു. ഈ GCC എന്ന് പറഞ്ഞാൽ ഗൾഫ് കോപ്പറേഷൻ കൺട്രീസ് എന്ന് പറഞ്ഞ് ഈ GCC മേഖലയിൽപ്പെട്ട രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെ കണ്ടംപ്റ്റ് ചെയ്ത്
ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയേക്കാം. അപ്പോൾ ഇറാന് കുറച്ച് സന്തോഷമാവും. ഇറാൻ ആരെങ്കിലൊക്കെ കണ്ടംപ്റ്റ് ചെയ്താൽ മതി. ചെയ്തത് ശരിയായില്ല, അമേരിക്ക ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലൊക്കെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക ആരും പറയാൻ പോകുന്നില്ല. ഇസ്രായേൽ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇറാന് സമാധാനമായി. അങ്ങനെ ആ രീതിയിൽ ഒരു കണ്ടംനേഷൻ റെസൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് GCC കൂട്ടായ്മ ഉടനെ തന്നെ വിളിച്ചു കൂട്ടും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പ്രതീതി സൃഷ്ടിച്ച് ഒരു ഇരട്ടത്താപ്പ് ആ രീതിയിൽ ഇറാനെ കുറച്ച് സമാധാനിപ്പിച്ച് നിർത്താം, മിഡിൽ ഈസ്റ്റിന്റെ മേളിൽ ഒരു രീതിയിലുള്ള ആക്രമണമോ വരാത്ത രീതിയിൽ തടയാം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ GCC കൺട്രീസ് സ്പെഷ്യലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ട്രംപിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ. ഇയാൾ എന്ത് പറഞ്ഞാലും ഒരു സ്ലോഗനും കൊണ്ട് അങ്ങ് വരും. അതായത് നടത്തിയ ആക്രമണം വളരെ സക്സസ്ഫുൾ ആണ്, അതിന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഈ ബങ്കർ ബസ്റ്റേഴ്സ് ബോംബ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യുന്നതാണ്. 200 അടി താഴ്ചയിൽ പോയിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഡീപ്പായിട്ട് ഉള്ളിൽ പോയിട്ട് ആ ഡീപ്പായിട്ട് ഉള്ളിൽ പോയിട്ട് അണ്ടർഗ്രൗണ്ടിലുള്ള സ്പേസിലാണ് ഇത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അതായത് ഉള്ളിൽ നടന്നിരിക്കുന്ന ഡാമേജ് വളരെ വലുതാണ്. മുകളിൽ കാണുന്ന ഈ ബിൽഡിങ്സും ഈ സ്ട്രക്ചറും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല. കൃത്യമായി ബങ്കർ ബസ്റ്റർ എടുക്കേണ്ട പണി എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ ബേസുകളിൽ ഇതേപോലത്തെ ആക്രമണങ്ങൾ തുടരുന്ന പക്ഷത്തിൽ വീണ്ടും അമേരിക്കയുടെ പക്കൽ നിന്നും നല്ല രീതിയിലുള്ള കനത്ത ആക്രമണം നേരിടേണ്ടി വരും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് റെജീം ചേഞ്ച് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമല്ല, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല പറയുന്നത്. അതായത് ആയത്തുൽ ഖമനയുടെ ഭരണകൂടത്തിനെ അട്ടിമറിക്കുന്നത് അങ്ങനെ വെളിയിൽ പറയുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കലി കറക്റ്റ്നെസ് ഉള്ള ഒരു വാക്കല്ല, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇറാന്റെ ജനങ്ങൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു റെജീം കൊണ്ട് എന്താണ് ഉപയോഗം അപ്പം എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇറാനിയൻ ജനങ്ങളെ നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് നിങ്ങളെ ആര് ഭരിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ട്രംപ് ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തത്. നെതന്യാഹു ഈ മെസ്സേജ് 2 ദിവസം മുമ്പേ കൊടുത്തു, ഇന്ന് ട്രംപ് കൊടുക്കുന്നു. ഈ റെയ്സ പെഹ്ലവി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി തുടരെ ഈ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇറാൻ്റെ ഉള്ളിലേക്ക്. റെയ്സ പെഹ്ലവിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാർ ഇറാൻ്റെ ഉള്ളിലുണ്ട്. അവരെ വെച്ചിട്ട് ഇറാൻ്റെ ഉള്ളിൽ ഏതെങ്കിലും വിധേയന് ഈ ഭരണം അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ള നിലയിലുള്ള ചില മാർഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന്. റെയ്സ പെഹ്ലവിയാണ് ഈ തുറുപ്പുചീട്ട്. അപ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് പോയി അവിടുത്തെ കസേരയിൽ ഇരുത്താം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ റെയ്സ പെഹ്ലവിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റിൽ ഒന്നായിരിക്കും അത്. കാരണം ഇത്ര സുഖമായിട്ട് പോയിരുന്ന് ഭരണം നടത്താമല്ലോ, ആർക്കും അങ്ങനെ സാധിക്കത്തില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു ഗിഫ്റ്റ് അയാൾക്ക് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ അതിന് ഈ കഴിഞ്ഞ 40 വർഷം കൊണ്ട് ഇറാൻ്റെ ഉള്ളിലേക്ക് അയാൾ എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്തത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന അനുയായികളെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, ഈ റെയ്സ പെഹ്ലവി പറഞ്ഞാൽ അവിടെ കാര്യങ്ങൾ നടക്കുമോ, ഇതൊക്കെ അനുസരിച്ചിരിക്കുന്നു കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ശരിക്കും ഇറാൻ്റെ യങ് പോപ്പുലേഷൻ, പ്രത്യേകിച്ചും അബ്രോഡിലുള്ള ഇറാനിയൻസ് എല്ലാം തന്നെ വിചാരിക്കുന്നത് അവിടെ ഒരു ഭരണമാറ്റം വേണം എന്നാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഫണ്ട് ചെയ്ത് അവിടെ ഇറാൻ്റെ ഉള്ളിലേക്ക് ഏതെങ്കിലും രീതിയിലൊരു പ്രൊട്ടസ്റ്റ് രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഭരണം മാറും. പക്ഷേ അതേസമയം ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ടാസ്ക് പൂർത്തിയായിട്ടുണ്ട്. കാരണം ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തുന്ന ഈ ഒരു സെന്ററുകൾ അടിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ടാസ്ക്. ആ ടാസ്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിലുപരിയായിട്ട് വീണ്ടും അധികം സ്ഥലങ്ങൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് വൈറ്റ് ഹൗസിലിരുന്ന് ട്രംപ് പറയുന്നെങ്കിലും ഇതിന് പുറകിലുള്ള നീക്കങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെയ്സ പെഹ്ലവി ശരിക്കും ഇറാനിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം ഇപ്പം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് ജസ്റ്റ് ഒരു 1 അവറിന് മുമ്പാണ് അവർ പ്രഖ്യാപനം നടത്തിയത്. വലിയൊരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയാണ് പുള്ളി ഞാൻ ഇറാനിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അതിനെ സാധൂകരിക്കുന്ന രീതി IRGCയുടെ അതേപോലെ തന്നെ തെഹ്റാനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിസനാണ് എവിൻ പ്രിസൺ. ഈ എവിൻ പ്രിസണിലാണ് പല ആൾക്കാരെയും ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ആൾക്കാരെ വരെ ഇവിടെയാണ് പാർപ്പിക്കുന്നത്, എവിൻ പ്രിസൺ. ഈ എവിൻ പ്രിസണിൽ ഒരു അറ്റാക്ക് നടത്തി അതിൻ്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രിസണേഴ്സ് എല്ലാം എസ്കേപ്പായി പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആൾക്കാർ എസ്കേപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ്റെ ഉള്ളിൽ തെഹ്റാനിൽ ഒരു ആഭ്യന്തര കലാപം രൂപപ്പെട്ട് വരുന്നതായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് സ്ലോലി കത്തിപ്പടരുമെന്നാണ് നിഗമനം. ഇതുകൊണ്ടാണ് പറഞ്ഞത് റെജീം ചേഞ്ച് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ആ രീതിയിലാണ് IRGCയുടെ ഒരു അവസ്ഥ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവിടെ പരസ്പരം ഫൈറ്റുകൾ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് വാർത്തകൾ കിട്ടുന്നത്. എന്തായാലും ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. പക്ഷേ എന്നാലും പരിമിതിക്കുള്ളിൽ നിന്ന് വാർത്തകളൊക്കെ ഇതേ രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.